ഹലോ, എല്ലാവർക്കും ഫസ്റ്റ് ഡേ ഈദ് മുബാറക്. നമ്മുടെ ചാനൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ട് എൻ്റെ ഐ തിങ്ക് 2 പെരുന്നാൾ ഓൾറെഡി കഴിഞ്ഞ്. അതിൻ്റെ ഫസ്റ്റ് ഈദ് വ്ലോഗാണ്. ഞാൻ കുറെ ആലോചിച്ചിടണോ ഇടണ്ടേന്നൊക്കെ. ഒന്നാമത് എനിക്ക് ഇടാൻ വേണ്ടി ഭയങ്കര മഴയാണ്. എന്തായാലും ഇത്തവണ ഞാൻ ഇടാന്ന് വിചാരിച്ചു. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീടുണ്ടായിരുന്നു. അപ്പം ഓൾ ഓൾറെഡി പ്രൊഫഷണൽ ആയിട്ട് മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പം അങ്ങനെ അവിടെ പോയിട്ട് കുറച്ച് മൈലാഞ്ചി 2 കഴിഞ്ഞ് കിട്ടും. ഞങ്ങൾക്ക് ആക്ച്വലി നഴ്സിംഗ് സ്റ്റുഡൻസിന് ഇതൊന്നും അലൗഡ് അല്ലല്ലോ. പക്ഷേ ഞാൻ ഒരു ആഗ്രഹം മൂത്തിട്ട് അപ്പോൾ ഇടാൻ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താ ഭയങ്കര സന്തോഷമായി. മൈലാഞ്ചി ഇട്ടുകൊണ്ടല്ല, അവിടെ നിന്ന് കുറേ കുട്ടി സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു, സംസാരിച്ചു, ഫോട്ടോ എടുത്തു. അപ്പൊ അവര് പറഞ്ഞു ഇന്നൊന്ന് പോയിട്ട് മീറ്റ് ചെയ്യാവോ, പെരുന്നാളൊക്കെ അല്ലേ, താത്ത ഞങ്ങളുടെ വീട്ടിലോട്ട് വരുമെന്നൊക്കെ ചോദിച്ചു. കുറേ ഇങ്ങനെ വരുമെന്നൊക്കെ ചോദിച്ചു. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പോകണം, കാണണം, മീറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ വിചാരിച്ചൊരു ഗെറ്റ് റെഡി വിത്ത് മീ ഒരു കുഞ്ഞു അത്ര നിങ്ങൾ വിചാരിക്കുന്ന അത്ര ഉണ്ടാവും ഒരു കുഞ്ഞു ഇത് വ്ലോഗ് ഇടാൻ തന്നെ. അങ്ങനെ ഇതാട്ടോ ഞാൻ 10 മണി വരെ രാത്രി പോയിട്ട് ഇട്ടിട്ടുള്ള മൈലാഞ്ചി. ഓരോ ഡിസൈനും ഞാൻ പറഞ്ഞിട്ട് ഇതേപോലെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ചെയ്യിപ്പിച്ചത്. പിന്നെ ഇപ്പത്തെ എല്ലായിടത്തുള്ള ട്രെൻഡ് ആണല്ലോ, നമ്മൾ ഉള്ളിൽ തന്നെ അതേ സെയിം സാധനം തന്നെ ഇപ്പുറത്തെ കൈമിലത്തെ ഉള്ളിലിടുന്നത്. പിന്നെ പെരുന്നാൾ എന്നൊക്കെ പറയുമ്പോൾ 3 സ്റ്റാർ ഒക്കെ ആണ് എന്റെ മനസ്സിക്ക് ഫസ്റ്റേ വരാം. അപ്പൊ ഞാൻ പിന്നെ ആ ഒരു രീതിയിലുള്ള ഒരു ഡിസൈനും കൂടെ പറഞ്ഞു. ഇനി നമുക്ക് കാര്യത്തിലോട്ട് വരാം. ഇതാണ് കേട്ടോ എന്റെ സിമ്പിൾ ആയിട്ടുള്ള ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള സാധാരണ ഡ്രസ്സൊക്കെ ഞാൻ ഇട്ട് നോക്കിയിട്ടാണ് വാങ്ങുന്നത്. ഇത് ഞാൻ ഇടാൻ പോലും നിന്നിട്ടില്ല, ഒറ്റ എടുക്കാണ്ട് വാങ്ങി. ഈ മസ്റ്റേർഡ് യെല്ലോ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇതാ പിൻട്രസ്റ്റിലുള്ള പോലെ ഈ ഇതിന്റെ സമയത്ത് നമ്മൾ സ്റ്റോറി ഇടാൻ വേണ്ടിട്ട് എല്ലാ സാധനങ്ങളും നേരത്തെ വെക്കും. അങ്ങനെ ഒരു ഫോട്ടോ. ഇനി ഓരോ സാധനങ്ങൾ പറഞ്ഞു. ഇത് ഞാൻ നൈക്കിന്ന് മേടിച്ചിട്ടുള്ള പുതിയ ലിപ്സ്റ്റിക് ആട്ടോ, ഷെയ്ഡ് ഒക്കെ ബ്രൗണി ഗേൾസിന് അടിപൊളി. ഇനി ഇതാണ് എന്റെ ബെസ്റ്റ് ബോ. എനിക്ക് എന്റെ ഇത്തവണത്തെ ഇതിന് ഗിഫ്റ്റ് ചെയ്തതാണ്. പിന്നെ ഈ ഒരു ലോഷൻ ഒട്ടുമിക്ക എല്ലാവർക്കും അറിയുന്നതായി. എന്റെ മാറ്റിലൊക്കെ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെ ഏറ്റവും കൂടുതൽ സമയം എടുത്തിട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ആളിതാട്ടോ. ഓനെ പിടിച്ച് ഡ്രസ്സ് എടുക്കുമ്പോൾ ഓൻ അങ്ങോട്ട് നോക്കും, പിന്നെ ഇങ്ങോട്ടാക്കും. ഒരു വിധത്തിൽ സമ്മതിച്ച് നിന്ന് മാറ്റാൻ വേണ്ടി ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞങ്ങൾക്ക് ഒരേപോലത്തെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാം. അങ്ങനെയല്ല, ഒരേപോലത്തെ ഫോട്ടോ, അതായത് കുറച്ച് ഫോട്ടോസ് എടുക്കണം അത്ര. ട്വിന്നിങ് ആക്കിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട്. എന്താ പറയാല്ലേ, ഈദ് മുബാറക് പറഞ്ഞാളെ. ഇതാണ് ഞാൻ പുറത്തുനിന്ന് കാണിച്ചരാ. ഒരുങ്ങി കഴിഞ്ഞപ്പോഴാ മൊത്തം ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുന്നതാണ് എന്റെ ഒരു ഇത്. എന്തായാലും നമുക്ക് ഇനി പോവാം. എന്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 5 6 7 മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ. അത്രയും എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ഒന്നും എന്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. കാരണം കുറേ പേരെ കാണാൻ പോവല്ലേ, അറിയാത്ത ഇന്നറിയുന്ന കുറേ പേരെ കാണാൻ പോവാ, അവരായിട്ട് സംസാരിക്കാൻ പോവാ. ഭയങ്കര എക്സൈറ്റഡാ. ഇന്നത്തോടു കൂടി എനിക്കൊരു കാര്യം മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, കുറേ പേര് എന്നെ കാണുമ്പോൾ എന്താ ചോദിക്കുന്നത്, ഇത് ഹോസ്റ്റലിലൊക്കെ പഠിക്കണ ആ താത്ത. ഹോസ്റ്റലിൽ പോയാൽ എനിക്ക് ആകെ പാടെ ഗുണം കിട്ടിയത്. അപ്പൊ ഇതാട്ടോ എന്റെ ഫ്രണ്ടിന്റെ അനിയത്തി. അപ്പൊ ഇവളുടെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മള് പോണത്. അങ്ങനെ ഓള് പറഞ്ഞതാണ് ഓളെ ഫ്രണ്ട്സിനൊക്കെ സർപ്രൈസ് ആക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് പോയി വിളിച്ചപ്പോ ഇതാ വന്ന്. അങ്ങനെ അവിടെ ഇരുന്ന് പായസം കുടിക്കുമ്പോ വീണ്ടും അടുത്തൊരാള്. ഒരു കാര്യം എനിക്ക് എന്തായാലും ഉറപ്പാണ്, ഇന്നത്തെ ഒരു ഡേ എന്റെ ഭയങ്കര പ്ലസ്ഫുൾ ആയിട്ടുള്ളൊരു ഡേ. വേറൊന്നല്ല, എന്റെ ചെറുപ്പം മുതലേ ഉള്ള ഭയങ്കര ചെറുപ്പം മുതലേ ഉള്ള എന്റെ ഫോട്ടോ പത്രത്തിൽ വരണം, അല്ലെങ്കിൽ ഫ്ലെക്സിൽ വരണം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ.